എല്ലാവർക്കും നമസ്കാരം. LP-UP ചോദ്യവണ്ടി എന്ന മോക്ക് ടെസ്റ്റ് സീരീസിനെ കുറിച്ച് PSC പഠിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിട്ടുണ്ടാകും. ദിവസവും 100 ചോദ്യങ്ങൾ അടങ്ങുന്ന 30 ദിവസത്തെ മോക്ക് ടെസ്റ്റ് സീരീസാണ് ഈ ചോദ്യവണ്ടി. അപ്പോൾ LP-UP പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദിവസവും 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ പഠന നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ഡേ 1-ലെ ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മലബാർ കലാപം, അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പൂക്കോട്ടൂർ കലാപം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്? ആറ്റിങ്ങൽ കലാപമാണല്ലേ? ആറ്റിങ്ങൽ കലാപമാണ്. അത് 1721 ഏപ്രിൽ 15 നടന്ന ആറ്റിങ്ങൽ കലാപമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിട്ട് അറിയപ്പെടുന്നത്. 1697 നടന്ന അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമായിട്ട് അറിയപ്പെടുന്നത്. ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്ന നവോത്ഥാന നായകൻ? ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, ശങ്കരാചാര്യർ, സ്വാമി വിവേകാനന്ദൻ. ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണല്ലേ ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്ന നവോത്ഥാന നായകൻ. മൂന്നാമത്തെ ചോദ്യം, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 1 രാജയോഗ രഹസ്യം, 2 ആനന്ദ കുമ്മി, 3 സിദ്ധാനുഭൂതി, 4 നിജാനന്ദ വിലാസം. ഏതാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. 1, 2, 3 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. രാജയോഗ രഹസ്യം, ആനന്ദ കുമ്മി, സിദ്ധാനുഭൂതി ഇവയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളിൽ ഉൾപ്പെടുന്നവ. നിജാനന്ദ വിലാസം രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമിയാണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, സൂറിച്ചിൽ നിന്നും പ്രോ ഇന്ത്യ എന്ന പത്രം തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താവ്? KP കേശവമേനോൻ, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, CV കുഞ്ഞിരാമൻ, ചെമ്പകരാമൻ പിള്ള. സൂറിച്ചിൽ നിന്നും പ്രോ ഇന്ത്യ എന്ന പത്രം തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചെമ്പകരാമൻ പിള്ളയാണ്. ചെമ്പകരാമൻ പിള്ള. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. 1 എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയത് 1859 ജൂലൈ 26-നാണ്. 2 അനുവാദം നൽകി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 3 മദ്രാസിലെ ഗവർണറായ ലോർഡ് ഹാരിസന്റെ നിർദ്ദേശപ്രകാരമാണ് അന്നത്തെ തിരുവിതാംകൂർ രാജാവ് ഉത്തരവ് പുറത്തിറക്കിയത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2 ശരി, 3 തെറ്റെന്ന് പറയുന്നു. ഓപ്ഷൻ ബി 1, 2, 3 ശരി എന്ന് പറയുന്നു. ഓപ്ഷൻ സി 1 ശരി, 2, 3 തെറ്റെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി 1, 3 ശരി, 2 തെറ്റാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3 ശരി, 2 തെറ്റെന്ന് പറയുന്നുണ്ട്. അനുവാദം നൽകി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ചിത്തിര തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷേ അനുവാദം നൽകി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. 1 1940 മാർച്ച് 28-ന് കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം. 2 തേജസ്വിനി പുഴ എന്നറിയപ്പെടുന്ന കാര്യങ്കോട് നദിയുടെ തീരത്താണ് കയ്യൂർ സമരം നടന്നത്. 3 കയ്യൂർ സമരത്തിൽ വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് സുബ്ബരായർ. 4 മഠത്തിൽ അപ്പു, പൊടോര കുഞ്ഞമ്പു നായർ, കോയിത്താട്ടിൽ ചിരുക്കണ്ടൻ, പള്ളിക്കൽ അബൂബക്കർ എന്നിവരാണ് കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ. ഓപ്ഷൻ നോക്കാം. 1 മാത്രം തെറ്റ്, 4 മാത്രം തെറ്റ്, എല്ലാം ശരിയാണ്. 1, 2 ശരി, 3, 4 തെറ്റെന്ന് പറയുന്നു. ഇതിൽ 1 മാത്രം തെറ്റ്. ഇതാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. 1940 മാർച്ച് 28-ന് കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം എന്നാണ് പറയുന്നത്. പക്ഷേ അത് തെറ്റാണ്. 1941 മാർച്ച് 28-ന് 1941 മാർച്ച് 28-ന് കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി? സി ശങ്കരൻ നായർ, ഓപ്ഷൻ ബി ജോൺ മത്തായി, GP പിള്ള, KM പണിക്കർ. ഇവയിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി? ആരാണ്?
ഓപ്ഷൻ സി ആണല്ലേ, GP പിള്ളയാണ് വരുന്നത്, GP പിള്ള. എട്ടാമത്തെ ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന നാട്ടുരാജ്യമാണ് ജൂനാഗഡ്. 2. 1948 ഫെബ്രുവരി 24-നാണ് ജൂനാഗഡിൽ ജനഹിത പരിശോധന നടന്നത്. 3. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത് സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ. 4. 1949 നവംബർ 23-നാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 1, 2, 4, ഓപ്ഷൻ സി 1, 3, 4, ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് പറയുന്നു. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്, 1, 2, 3 ആണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. നാലാമത്തെ 1949 നവംബർ 23-നാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. 1948 സെപ്റ്റംബർ 13-നാണ് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്തത്. ഓക്കെ, നമുക്ക് 9ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഏത് ഫ്രഞ്ച് പണ്ഡിതനാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത്? ലൂയിസ് മാസഗ്ൻ, ഫ്രാങ്കോയിസ് ഷംബോലിയോ, മാർഷൽ റിച്ചാർഡ്, ഏണസ്റ്റ് റെനൻ. അപ്പോൾ ഇവയിൽ ആരാണ് ഏത് ഫ്രഞ്ച് പണ്ഡിതനാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത്? ആരാണ്? ഫ്രാങ്കോയിസ് ഷംബോലിയോ ആണ്. 10ാമത്തെ ചോദ്യം, റോമിൻ്റെ ശബ്ദം എന്നറിയപ്പെടുന്ന റോമൻ ചക്രവർത്തി? ജസ്റ്റീനിയൻ, വെർജിൻ, നീറോ, കോൺസ്റ്റാന്റിനോപ്പിൾ. ഇവയിൽ ആരാണ് റോമിൻ്റെ ശബ്ദം എന്നറിയപ്പെടുന്ന റോമൻ ചക്രവർത്തി? വെർജിൻ ആണല്ലേ, വെർജിൻ. 11ാമത്തെ ചോദ്യം, ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം? ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആണ്. 12ാമത്തെ ചോദ്യം, വടക്കു കിഴക്കൻ മൺസൂണുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. വടക്കു കിഴക്കൻ മൺസൂണിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2. വടക്കു കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തുലാവർഷം. 3. സെപ്റ്റംബർ മുതൽ നവംബർ വരെയാണ് വടക്കു കിഴക്കൻ മൺസൂൺ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 1, 2, 3. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്, 2, 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വടക്കു കിഴക്കൻ മൺസൂണിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണല്ലേ, തമിഴ്നാടാണ് കറക്റ്റായിട്ട്. അടുത്ത ചോദ്യം, ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചതെന്ന്? 2004 നവംബർ 8, 2008 നവംബർ 4, 2004 നവംബർ 4, 2008 നവംബർ 8 എന്ന് പറയുന്നു. ഏതാണ്? 2008 നവംബർ 4-നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിന? ചെമ്മണ്ണ്, പർവ്വത മണ്ണ്, ചെങ്കൽ മണ്ണ്, പീറ്റ് മണ്ണ്. ഇവയിൽ ഏതാണ് ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം? ചെമ്മണ്ണാണ് ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം. അടുത്ത ചോദ്യം, ദേശീയ ജലപാതകളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു, ശരിയായവ തിരഞ്ഞെടുക്കുക. 1. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് അലഹാബാദ് മുതൽ ഹാൽദിയ വരെ ഗംഗാ നദിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. 2. ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത് സാദിയ മുതൽ ധൂബ്രി വരെ ബ്രഹ്മപുത്ര നദിയാണെന്ന് കൊടുത്തിരിക്കുന്നു. 3. ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്നത് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. 4. ദേശീയ ജലപാത 4 ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥയിലാണ്. 5. ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്നത് കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 1, 2, 3, 4, ഓപ്ഷൻ സി 2, 3, 4, 5, ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് പറയുന്നു. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. 4ാമത്തെ ദേശീയ ജലപാത 4 ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥയിലാണെന്ന് പറയുന്നു. ദേശീയ ജലപാത 5 ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീവ്യവസ്ഥയിലാണ്. ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്ന കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണെന്ന് പറയുന്നു, അത് തെറ്റാണ്. ദേശീയപാത 4 ബന്ധിപ്പിക്കുന്നത് കാക്കിനട മുതൽ പുതുച്ചേരി വരെയാണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഭാരതീയ മഹിളാ ബാങ്ക് SBIയിൽ ലയിപ്പിച്ച വർഷം 2015, 2016, 2017, 2018 എന്ന് കൊടുത്തിരിക്കുന്നു. 2017 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തത്, ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണ്?
ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. താപോർജ്ജം അളക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ജൂൾ, ന്യൂട്ടൺ, പാസ്കൽ, വാട്ട്. ഏതാണ് താപോർജ്ജം അളക്കുന്നത്? ജൂൾ ആണല്ലേ, ജൂൾ ആണ്. 19ാമത്തെ ചോദ്യം, സമ്പർക്ക ബലങ്ങളിൽ അതായത് കോണ്ടാക്ട് ഫോഴ്സിൽ പെടുന്നവ. 1 വിസ്കസ് ബലം, 2 പ്രതല ബലം, 3 ന്യൂക്ലിയർ ബലം, 4 ഘർഷണ ബലം, 5 വലിവ് ബലം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, 2, 3, 4. ഓപ്ഷൻ ബി 1, 2, 4, 5. ഓപ്ഷൻ സി 1, 2, 5. ഓപ്ഷൻ ഡി 1, 2, 4 എന്ന് പറയുന്നു. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4, 5 ആണ്. 3ാമത്തെ ന്യൂക്ലിയർ ബലം സമ്പർക്കരഹിത ബലത്തിനാണ് ഉദാഹരണം. സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണം, നോൺ കോണ്ടാക്ട് ഫോഴ്സിന് ഉള്ള ഉദാഹരണമാണ് ന്യൂക്ലിയർ ബലം. 20ാമത്തെ ചോദ്യം, പ്രസ്താവനകൾ വിലയിരുത്തി ഉത്തരം കണ്ടെത്തുക. 1, വസ്തുവിന് ഭാരം കൂടുന്നത് അനുസരിച്ച് ഘർഷണ ബലം കൂടും. 2, പാരച്യൂട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, തീപ്പെട്ടി കൊള്ളി ഉരച്ച് കത്തിക്കുന്നത് എന്നിവയെല്ലാം ഘർഷണത്തിന്റെ ഗുണം കൊണ്ടാണ്. 3, അനാവശ്യമായ തേയ്മാനം, ഇന്ധന പാഴ്ചെലവ് തുടങ്ങിയവ ഘർഷണം കൊണ്ടുള്ള ദോഷങ്ങൾ ആണ്. ഓപ്ഷൻസ് നോക്കാം. 1 ശരി, 2, 3 തെറ്റ്. ഓപ്ഷൻ ബി 1, 2 ശരി, 3 തെറ്റ്. ഓപ്ഷൻ സി 1, 2, 3 ശരി. ഓപ്ഷൻ ഡി 2, 3 ശരി, 1 തെറ്റ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാം ശരിയാണ്. ഓക്കെ, 21ാമത്തെ ചോദ്യം നോക്കാം. വാഹനത്തിലെ വൈപ്പറിന്റെ ചലനം ഏത് തരം ചലനമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാഹനത്തിലെ വൈപ്പറിന്റെ ചലനം ഭ്രമണം, ദോലനം, കമ്പനം, വർത്തുള ചലനം എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ദോലനമാണല്ലേ. വാഹനത്തിലെ വൈപ്പറിന്റെ ചലനം ദോലനമാണ്. അടുത്തത്, കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഡീസൽ, LPG, കോൾ ഗ്യാസ്, പെട്രോൾ. ഇവയിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? കോൾ ഗ്യാസ് ആണല്ലേ. മറ്റുള്ളവ പെട്രോളിയത്തിൽ നിന്നും ലഭിക്കുന്നവയാണ്. മറ്റു 3 എണ്ണം ഡീസലും LPGയും പെട്രോളും. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതെല്ലാം? 1, ഇരുമ്പ് തുരുമ്പിക്കുന്നു. 2, മെഴുകുരുകുന്നു. 3, വിറക് കത്തുന്നു. 4, ജലം ഐസ് ആകുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2. ഓപ്ഷൻ ബി 1, 3. ഓപ്ഷൻ സി 2, 3. ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് പറയുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1, 3 ആണ് രാസമാറ്റത്തിന് ഉദാഹരണം വരുന്നത്. ഇരുമ്പ് തുരുമ്പിക്കുന്നു, അതുപോലെ വിറക് കത്തുന്നു, ഇവയാണ്. മെഴുക് ഉരുകുന്നു, ജലം ഐസാകുന്നു എന്നിവ ഭൗതിക മാറ്റത്തിനുള്ള ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം വരുന്നത് 2 ആണ്. അടുത്തത്, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1, ഏറ്റവും സ്ഥിരത കൂടിയ മൂലകമാണ് ലെഡ്. 2, ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകൾ ഉള്ള മൂലകമാണ് കാർബൺ. ഐസോട്ടോപ്പുകൾ ഏറ്റവും കുറവ് ഐസോട്ടോപ്പുകൾ ഉള്ള മൂലകമാണ് ഹൈഡ്രജൻ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2. ഓപ്ഷൻ ബി 1, 3. ഓപ്ഷൻ സി 2, 3. ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് പറയുന്നു. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് 1, 3 ആണ്. ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകൾ ഉള്ള മൂലകമാണ് ടിൻ. രണ്ടാമത്തെ പ്രസ്താവനയിൽ ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകൾ ഉള്ള മൂലകമാണ് കാർബൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകൾ ഉള്ള മൂലകം ടിൻ ആണ്. അടുത്തത് 26ാമത്തെ ചോദ്യം നോക്കാം. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടി വരുന്നു എന്നതിന് വിശദീകരണം നൽകിയ നിയമം ഏത്? ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം, പാസ്കൽ നിയമം. ഏതാണ്? ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം. ഉയരം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കുറയുന്നു, അപ്പോൾ അതിന് വിപരീതമായി വ്യാപ്തം കൂടുന്നു. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യ കൃത്രിമ ഐസോട്ടോപ്പ് ഏത്? കാർബൺ 14, ഓക്സിജൻ 15, ഓക്സിജൻ 17, നൈട്രജൻ 16. ആദ്യ കൃത്രിമ ഐസോട്ടോപ്പ് ഓക്സിജൻ 17 ആണ്. അടുത്ത ചോദ്യം, കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം. കോൾഗി വസ്തു, റൈബോസോം, മൈറ്റോകോൺട്രിയ, ലൈസോസോം. കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം മൈറ്റോകോൺട്രിയ ആണ്. മൈറ്റോകോൺട്രിയ. ഓക്കെ, അടുത്തത്, ചുവടെ തന്നിരിക്കുന്നവയിൽ യൂക്കാരിയോട്ടുകൾ ഏതെല്ലാം? 1, അമീബ, 2, ജന്തുക്കൾ, 3, സസ്യങ്ങൾ, 4, മൈക്കോപ്ലാസ്മ. ഓക്കെ, ഓപ്ഷൻ എ 1, 4. ഓപ്ഷൻ ബി 1, 2, 4. ഓപ്ഷൻ സി 1, 2, 3. ഓപ്ഷൻ ഡി ഇവയെല്ലാം. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 ആണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ യൂക്കാരിയോട്ടുകൾ, അമീബ, ജന്തുക്കൾ, അതുപോലെ തന്നെ സസ്യങ്ങളാണ്. മൈക്രോപ്ലാസ്മ ഏതാണ്? പ്രോകാരിയോട്ടുകളാണല്ലേ. മൈക്രോപ്ലാസ്മ പ്രോകാരിയോട്ടാണ്.
അടുത്തത് BT വഴുതനങ്ങയിലെ BTയുടെ പൂർണ്ണരൂപം. ബേസിലസ് ടെൻഡഡ് ടെക്നോളജി, ഓപ്ഷൻ ബി ബയോടെക്നോളജി, ഓപ്ഷൻ സി ബ്ലെൻഡിംഗ് ടെക്നോളജി, ഓപ്ഷൻ ഡി ബേസിലസ് തുറിഞ്ചിയൻസിസ്. ഓക്കെ, അപ്പോൾ ഇതിൽ BT വഴുതനങ്ങയിലെ BTയുടെ പൂർണ്ണരൂപം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബേസിലസ് തുറിഞ്ചിയൻസിസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, DNA-യുടെ ഘടന തിരിച്ചറിയാൻ എക്സ് കിരണങ്ങൾ ഉപയോഗിച്ച് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ജെയിംസ് വാട്സൺ, ഓപ്ഷൻ ബി ഗ്രിഗർ മെൻഡൽ, ഓപ്ഷൻ സി റോസ്ലിംഗ് ഫ്രാങ്ക്ലിൻ, ഓപ്ഷൻ ഡി ഫ്രാൻസിസ് ക്രിക്ക്. DNA-യുടെ ഘടന തിരിച്ചറിയാൻ എക്സ് കിരണങ്ങൾ ഉപയോഗിച്ച് ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റോസ്ലിൻഡ് ഫ്രാങ്ക്ലിൻ ആണ്. ഓക്കെ, അടുത്തത് 32ാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. 1 ജീവകം എ ഫിലോക്യുനോൺ, 2 ജീവകം സി അസ്കോർബിക് ആസിഡ്, 3 ജീവകം ഇ റെറ്റിനോൾ, 4 ജീവകം കെ ടോക്കോഫിറോൾ. ഓപ്ഷൻ നോക്കാം. 1 സി 2 ബി 3 എ 4 ഡി എന്ന് പറയുന്നു. ഓപ്ഷൻ ബിയിൽ 1 സി 2 ബി 3 ഡി 4 എ ആണെന്ന് പറയുന്നു. ഓപ്ഷൻ സിയിൽ 1 എ 2 ബി 3 ഡി 4 സി ആണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി 1 സി 2 എ 3 ഡി 4 ബി ആണെന്ന് പറയുന്നു. അപ്പോൾ ഇവയിൽ ഏതാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. അടുത്തത് നോക്കാം. മനുഷ്യ ശരീരത്തിൽ ദഹിക്കാത്ത ധാന്യകം. പഞ്ചസാര, സെല്ലുലോസ്, ഗ്ലൂക്കോസ്, അന്നജം. ഇവയിൽ ഏതാണ് മനുഷ്യ ശരീരത്തിൽ ദഹിക്കാത്ത ധാന്യകം? സെല്ലുലോസ് ആണല്ലേ, സെല്ലുലോസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. 20ന്റെ 2/5 പ്ലസ് 80ന്റെ 3/4 മൈനസ് 60ന്റെ 1/3 ഈക്വൽ ടു എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ 48, ഓപ്ഷൻ ബി 45, ഓപ്ഷൻ സി 42, ഓപ്ഷൻ ഡി 58. ഓപ്ഷൻ എ 48 ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 0.3 ഇൻറ്റു 0.02 ഇൻറ്റു 0.005 ഈക്വൽ ടു എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ 0.0002, ഓപ്ഷൻ ബി 0.0005, ഓപ്ഷൻ സി 0.00003, ഓപ്ഷൻ ഡി 0.00003 എന്ന് പറയുന്നു. കറക്റ്റായിട്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 0.00003 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. 105 എന്ന സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 5. കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് 8 ആണ്. അടുത്ത നോക്കാം. 80ന്റെ 20%, 20ന്റെ എത്ര ശതമാനത്തിന് തുല്യമാണ്? ഓപ്ഷൻ എ 16%, ഓപ്ഷൻ ബി 50%, ഓപ്ഷൻ സി 80%, ഓപ്ഷൻ ഡി 20%. 80ന്റെ 20%, 20ന്റെ എത്ര ശതമാനത്തിന് തുല്യമാണ്? എത്രയാണ്? 80%-ത്തിനാണ് തുല്യം. അടുത്തത്, ഒരാൾ 360 കിലോമീറ്റർ ദൂരം 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചുവെങ്കിൽ അയാളുടെ വേഗത എത്രയായിരിക്കും? ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 500 മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ബി 300 മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ സി 180 മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ഡി 50 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:4, അവയുടെ വ്യത്യാസം 24 എങ്കിൽ ചെറിയ സംഖ്യ എത്ര? ഓപ്ഷൻ എ 72, ഓപ്ഷൻ ബി 96, ഓപ്ഷൻ സി 36, ഓപ്ഷൻ ഡി 24. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 72 ആണ്. അടുത്തത്, ആദ്യത്തെ 10 അഭാജ്യ സംഖ്യകളുടെ മധ്യമം എത്ര? ഓപ്ഷൻ എ 11, ഓപ്ഷൻ ബി 13, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 17. ആദ്യത്തെ 10 അഭാജ്യ സംഖ്യകളുടെ മധ്യമം വരുന്നത് ഓപ്ഷൻ സി ആണ്, 12 ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 3 സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുര കട്ടയുടെ ഉപരിതല പരപ്പളവ് എത്ര? ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 27, ഓപ്ഷൻ സി 36, ഓപ്ഷൻ ഡി 54. എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്, 54 ആണ് വരുന്നത് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. x+1/x = 3 ആയാൽ x² + 1/x² എത്ര? ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 5 എന്ന് പറയുന്നു. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? 7 ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. 4 മണിക്കും 5 മണിക്കും ഇടയിൽ
ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എതിർദിശയിൽ വരുന്ന സമയം ഏത്? ഓപ്ഷൻ എ 3 മണി കഴിഞ്ഞ് 54 6:11 മിനിറ്റ്. ഓപ്ഷൻ ബി 3 മണി കഴിഞ്ഞ് 55 6:11 മിനിറ്റ്. ഓപ്ഷൻ സി 4 മണി കഴിഞ്ഞ് 54 6:11 മിനിറ്റ്. 2 മണി കഴിഞ്ഞ് 54 6:11 മിനിറ്റ്. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത് 0.3, 0.9, 2.7 എന്നീ ദശാംശ സംഖ്യകളുടെ ലസാഗു എത്ര? ഓപ്ഷൻ എ 2.7, ഓപ്ഷൻ ബി 0.27, ഓപ്ഷൻ സി 0.027, ഓപ്ഷൻ ഡി 27 എന്ന് പറയുന്നു. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2.7 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത് ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം 60, അവസാന പദം 180, പൊതുവ്യത്യാസം 4 ആയാൽ പദങ്ങളുടെ തുക കാണുക. ഓപ്ഷൻ എ 3720, ഓപ്ഷൻ ബി 3620, ഓപ്ഷൻ സി 3670, ഓപ്ഷൻ ഡി 3580. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യ പദം 60, അവസാന പദം 180, പൊതുവ്യത്യാസം 4 ആയാൽ പദങ്ങളുടെ തുക എത്രയായിരിക്കും? 3720 ആയിരിക്കും. ഓക്കെ, അടുത്ത് നോക്കാം. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി പ്രായം 14 വയസ്സാണ്. ക്ലാസ് അധ്യാപകന്റെ പ്രായവും കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി പ്രായം 15 ആയാൽ ക്ലാസ് അധ്യാപകന്റെ പ്രായം എത്ര? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 44, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 29, ഓപ്ഷൻ ഡി 45 എന്ന് പറയുന്നു. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 45 ആണ്. അടുത്തത് ആദ്യത്തെ 101 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 103, ഓപ്ഷൻ സി 202, ഓപ്ഷൻ ഡി 101. ഓക്കെ, ആദ്യത്തെ 101 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണല്ലേ, 101 ആണ് വരുന്നത്. 48ാമത്തെ ചോദ്യം. എക്ക് ബിയുടെ 3 ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും. 2 പേരും കൂടി ഒരു ജോലി 9 ദിവസം കൊണ്ട് തീർത്തെങ്കിൽ എ ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യാൻ എടുക്കുന്ന ദിവസം എത്രയാണ്? ഓപ്ഷൻ എ 11, ഓപ്ഷൻ ബി 13, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 15 അല്ലേ? ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ സി 12 ആണല്ലേ വരുന്നത്. ഓപ്ഷൻ സി 12 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മാത്സിൻ്റെ എക്സ്പ്ലനേഷനും കൂടി അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മാത്സ് മനസ്സിലാവത്തുള്ളൂ. എക്സ്പ്ലനേഷൻ പറയാതിരിക്കുന്നത് വീഡിയോ കുറച്ചുകൂടെ ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് എക്സ്പ്ലനേഷൻ പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. പ്രീമിയം മെമ്പേഴ്സ് ആവുക. 6 മാസത്തേക്ക് വെറും 890 രൂപ മാത്രമാണ് വരുന്നത്. നമുക്ക് അതിൽ തന്നെ എല്ലാ ലെവലുകളും കിട്ടും. നിങ്ങൾക്ക് PSC പരീക്ഷകൾക്ക് വേണ്ടുന്ന എല്ലാ പിന്നെ മെറ്റീരിയൽസും, അതായത് നോട്ട്സും കൂടാതെ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്. സ്റ്റഡി പ്ലാനിലൊക്കെ നിങ്ങൾക്ക് അന്നന്ന് പഠിക്കേണ്ടുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ ദിവസത്തെ സ്റ്റഡി പ്ലാൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് പ്രീമിയം മെമ്പേഴ്സ് ആവുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 49ാമത്തെ ചോദ്യമാണ്. പൗലോവിൻ്റെ പഠനത്തിൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നത് ഏതായിരുന്നു? ഓപ്ഷൻ എ സാലിവേഷൻ ടു മീറ്റ്, ഓപ്ഷൻ ബി മീറ്റ്, ഓപ്ഷൻ സി ബെൽ, ഓപ്ഷൻ ഡി സലൈവേഷൻ ടു ബെൽ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് മീറ്റ് ആണ്. ഓക്കെ, 50ാമത്തെ ചോദ്യം. ക്ലാസിക്കൽ കണ്ടീഷനിങ് അതായത് പൗരാണികാനുബന്ധനം എന്ന പഠന സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടതാണ്? കേറ്ററ്റിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ BF സ്കിന്നർ, ഓപ്ഷൻ ബി ഇവാൻ പൗലോവ്, ഓപ്ഷൻ സി ആൽബർട്ട് ബന്ദുര, ഓപ്ഷൻ ഡി സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന പഠന സിദ്ധാന്തം ആരുമായിട്ട് ബന്ധപ്പെട്ടതാ? ഇവാൻ പൗലോവുമായിട്ടാണല്ലേ, ഇവാൻ പൗലോവുമായിട്ട്. അടുത്തത് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കർത്താവ്. മനോവിശ്ലേഷണ സിദ്ധാന്തം അതായത് സൈക്കോ അനാലിറ്റിക് തിയറി. ഓക്കെ, ഓപ്ഷൻ എ സിഗ്മണ്ട് ഫ്രോയിഡ്, ഓപ്ഷൻ ബി എബ്രഹാം മാസ്ലോ, ഓപ്ഷൻ സി ജീൻ പിയാഷെ, ഓപ്ഷൻ ഡി BF സ്കിന്നർ എന്ന് പറയുന്നു. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അടുത്തത് സോഷ്യൽ കോൺട്രാക്ട് തിയറി ആരുടേതാണ്? സോഷ്യൽ കോൺട്രാക്ട് തിയറി. ഓപ്ഷൻ എ റൂസോ, ഓപ്ഷൻ ബി ഫ്രോബൽ, ഓപ്ഷൻ സി മോണ്ടിസോറി, ഓപ്ഷൻ ഡി പെസ്റ്റലോസി. സോഷ്യൽ കോൺട്രാക്ട് തിയറി ആരുടേതാണ്? റൂസോ ആണ് അല്ലേ, റൂസോയുടേതാണ്. അടുത്ത നോക്കാം. പൗലോവിൻ്റെ പൗരാണികാനുബന്ധനത്തിൽ
അതായത് ക്ലാസിക്കൽ കണ്ടീഷനിൽ യു ആർ എന്നത് എന്താണ്? ഹാപ്പൻസ് ആഫ്റ്റർ ദ സി ആർ. ഓപ്ഷൻ ബി ഈസ് ദ റെസ്പോണ്ട് ടു ദ സി എസ്. ഓപ്ഷൻ സി ഈസ് ദ റെസ്പോണ്ട് ടു ദ യു എസ്. ഓപ്ഷൻ ഡി ട്രിഗേഴ്സ് ടു യു എസ് ടു ഒക്യൂർ. ഏതാണ് പൗലോവിൻ്റെ പൗരാണികാനുബന്ധനത്തിൽ യു ആർ എന്നത്? ഈസ് ദ റെസ്പോണ്ട് ടു ദ യു എസ്. ഓക്കെ, അടുത്തത് നോക്കാം. കൊളോണിയൽ ഭരണകാലത്തെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ സ്ഥാപനം മുഹമ്മദിൻ കോളേജ് ഓഫ് കൽക്കത്ത. 2. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിനായി ബ്രിട്ടീഷുകാർ നടത്തിയ ആദ്യ ചുവട് വയ്പ് അറിയപ്പെടുന്നത് ചാർട്ടർ ആക്ട്. 3. വുഡ്സ് ഡെസ്പാച്ച് നടപ്പിലാക്കിയ സമയത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1, 2, 3. ഓപ്ഷൻ ബി 2, 3. ഓപ്ഷൻ സി 1, 2. ഓപ്ഷൻ ഡി 1, 3. ഓക്കെ, അപ്പോൾ ഏതാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. വുഡ്സ് ഡെസ്പാച്ച് നടപ്പിലാക്കിയ സമയത്തെ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്. ഡൽഹൌസി പ്രഭു. 55ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും വിദ്യാഭ്യാസ ഏജൻസികളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. ഓക്കെ, 1 കുടുംബം, 2 പിയർ ഗ്രൂപ്പ്, 3 വിദ്യാലയം, 4 സമുദായം, 5 ഭരണകൂടം. ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ എ 1, 2, 3, 4. ഓപ്ഷൻ ബി 2, 3, 4, 5. ഓപ്ഷൻ സി 1, 3, 4, 5. ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഇവയെല്ലാം പെടുമല്ലേ? ഏതാണ്? കുടുംബം, പിയർ ഗ്രൂപ്പ്, വിദ്യാലയം, സമുദായം, ഭരണകൂടം എല്ലാം ഇവയിൽ ഉൾപ്പെടും. ഓക്കെ, അടുത്തത് കേരളത്തിൽ വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് വന്നത്? 1959 ജനുവരി 1. ഓപ്ഷൻ ബി 1959 ജൂൺ 1. ഓപ്ഷൻ സി 1959 ജൂലൈ 1. ഓപ്ഷൻ ഡി 1959 ഓഗസ്റ്റ് 1. കേരളത്തിൽ വിദ്യാഭ്യാസ നിയമം പ്രാബല്യത്തിൽ വന്നത് 1951 ജൂൺ 1-നാണ്. അടുത്തത് പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നിർബന്ധമാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായ്, റാണി ഗൗരി പാർവതിബായ്, ശ്രീമൂലം തിരുനാൾ. ഓപ്ഷൻ ഡി സ്വാതി തിരുനാൾ. ആരാണ് പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നിർബന്ധമാക്കിയ ഭരണാധികാരി? റാണി ഗൗരി പാർവതിബായ് ആണ്. അടുത്ത ചോദ്യം 58ാമത്തെയാണ്. ചാക്രികാരോഹണ രീതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തുക. 1. ഒരു ആശയത്തിൻ്റെ വിവിധ തലങ്ങൾ അതിൻ്റെ കാഠിന്യം അനുസരിച്ച് വ്യത്യസ്ത ക്ലാസുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി. 2. നേടിയ അറിവിൽ നിന്നും നിരന്തര അറിവുകൾ കൂട്ടിച്ചേർത്ത് അറിവിൻ്റെ വ്യാപ്തി വിപുലപ്പെടുത്തുന്ന പഠന രീതി. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 1 ശരി 2 തെറ്റ്. ഓപ്ഷൻ ബി 1ഉം 2ഉം ശരി. ഓപ്ഷൻ സി 1 തെറ്റ് 2 ശരി. ഓപ്ഷൻ ഡി 1ഉം 2ഉം തെറ്റാണെന്ന് പറയുന്നു. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ശരി. 59ാമത്തെ ചോദ്യം. നേടിയ അറിവ് മറ്റുള്ളവർക്ക് പകരാൻ ആകുമെങ്കിൽ ആ അറിവ് സ്ഥിരമായി എന്ന് കരുതുവാൻ സാധിക്കുന്ന അറിവ് നിർമ്മാണ പ്രക്രിയയിലെ ഘട്ടം അറിയപ്പെടുന്നത് വിശകലന ഘട്ടം, ഉൽപ്പന്ന രൂപീകരണ ഘട്ടം, അന്വേഷണ ഘട്ടം, വ്യാപന ഘട്ടം. ഏതാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ്. വ്യാപന ഘട്ടമാണ് അറിയപ്പെടുന്നത്. 60ാമത്തെ ചോദ്യം. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് യോജിക്കുന്ന രീതിയിൽ പഠന പ്രക്രിയ മാറ്റിയെടുക്കുന്ന രീതിക്ക് പറയുന്ന പേര്? അപനിർമ്മാണം, ആശയാനുവാദം, അനുരൂപീകരണം, ആശയ രൂപീകരണം. ഏതാണ് കറക്റ്റായിട്ട് ആൻസർ വരുന്നത്? അനുരൂപീകരണമാണ് അല്ലേ? അനുരൂപീകരണം. 61ാമത്തെ ചോദ്യം. പ്രതിക്രിയാധ്യാപനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അതായത് റെസിപ്രോക്കൽ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 1. വായനയിലൂടെ ആശയങ്ങൾ ആർജിക്കുന്ന പഠന രീതി. 2. ആശയ സംഗ്രഹണം മാത്രമല്ല വായനാശീലവും വികസിക്കുന്ന പഠന രീതി. 3. ബ്രൂണറുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഭാഗമായാണ് പ്രതിക്രിയാധ്യാപനം വികസിതമായത്. ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണെന്ന് പറയുന്നു. ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണെന്ന് പറയുന്നു. ഓപ്ഷൻ സി 1, 3 ശരിയാണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി 1, 2, 3 ശരിയാണെന്ന് പറയുന്നു. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്
1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ. മൂന്നാമത്തെ വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഭാഗമായാണ് പ്രതിക്രിയാധ്യാപനം വികസിതമായത്. ഇവിടെ ബ്രൂണറുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്രൂണർ അല്ല, വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസമാണ്. ഓക്കെ, 62ാമത്തെ ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരിഷ്മയെയും കരിഷ്മ ലീനയെയും കൂട്ടുകാരായി നിർദ്ദേശിച്ചതായി കണ്ടു. ഇത്തരം കൂട്ടങ്ങളുടെ പേരാണ് ഓപ്ഷൻ എ ക്ലിക്കുകൾ, ഓപ്ഷൻ ബി ഗ്യാങ്ങുകൾ, ഓപ്ഷൻ സി ദ്വന്ദ്വങ്ങൾ, ഓപ്ഷൻ ഡി താരങ്ങൾ. ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണല്ലേ, ക്ലിക്കുകളാണ് വരുന്നത്. 63ാമത്തെ ചോദ്യം നോക്കാം. കുട്ടികൾക്ക് കളികളിൽ ഏർപ്പെടാനുള്ള പ്രവണത ഏത് തരം അഭിപ്രേരണതയ്ക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ എ ആന്തരിക അഭിപ്രേരണ, ഓപ്ഷൻ ബി ബാഹ്യ അഭിപ്രേരണ, ഓപ്ഷൻ സി പ്രാഥമിക അഭിപ്രേരണ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. കുട്ടികൾക്ക് കളികളിൽ ഏർപ്പെടാനുള്ള പ്രവണത ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ആന്തരിക അഭിപ്രേരണയ്ക്കാണ് ഉദാഹരണം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അഭിക്ഷമത പരിശോധിക്കുന്നതിനുള്ള ചോദകം ഏത്? റോഷോ മഷിയോ പരീക്ഷ, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, പദാനുബന്ധ പരീക്ഷ, വിരൽ വേഗ പരീക്ഷ. അപ്പോൾ അഭിക്ഷമത പരിശോധിക്കുന്നതിനുള്ള ചോദകം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, വിരൽ വേഗ പരീക്ഷയാണ് വരുന്നത്. 65ാമത്തെ ചോദ്യം നോക്കാം. സാമൂഹ്യ പര്യവരണത്തിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. 1 വീട്, 2 വിദ്യാലയം, 3 താമസ സ്ഥലത്തിൻ്റെ കാലാവസ്ഥ, 4 ആരാധനാ സ്ഥലങ്ങൾ, 5 സാമൂഹ്യ ചുറ്റുപാടുകൾ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇവയെല്ലാം, ഓപ്ഷൻ ബി 1, 2, 4, 5, ഓപ്ഷൻ സി 2, 3, 4, 5, ഓപ്ഷൻ ഡി 1, 2, 3, 4. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്ന ഏതാ? ഓപ്ഷൻ ബി ആണ്, 1, 2, 4, 5 ആണ്. ഓക്കെ, മൂന്നാമത്തെ താമസ സ്ഥലത്തിൻ്റെ കാലാവസ്ഥ ഭൗതിക പര്യവരണത്തിലാണ് ഉൾപ്പെടുന്നത്. ഭൗതിക പര്യവരണത്തിലാണ് ഉൾപ്പെടുന്നത്. 66ാമത്തെ ചോദ്യം. ശിക്ഷയിൽ നിന്നും ഒഴിവാകാൻ ഒരു കുട്ടി അനുസരണ സ്വഭാവം കാണിക്കുന്നു. കോൾബർഗിൻ്റെ നൈതിക വികാസ സിദ്ധാന്തം അനുസരിച്ച് അവർ ഉൾപ്പെടുന്നത്. പ്രാഗ് യഥാസ്ഥിതിക സദാചാരഘട്ടം, സ്ഥിതികാനന്തര സദാചാരഘട്ടം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്ന് പറയുന്നു. അപ്പോൾ ശിക്ഷയിൽ നിന്നും ഒഴിവാകാൻ ഒരു കുട്ടി അനുസരണ സ്വഭാവം കാണിക്കുന്നു. കോൾബർഗിൻ്റെ നൈതിക വികാസ സിദ്ധാന്തം അനുസരിച്ച് ഏതിലാണ് ഉൾപ്പെടുന്നത്? പ്രാഗ് യാഥാസ്ഥിതിക സദാചാര ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, 67ാമത്തെ ചോദ്യം നോക്കാം. ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ ക്രമപ്പെടുത്തൽ, അതായത് സീരിയേഷൻ, ഉഭയദിശീയ ചിന്ത, റിവേഴ്സിബിലിറ്റി, പകരൽ ചിന്ത, ട്രാൻസിറ്റിവിറ്റി തുടങ്ങിയവ വികസിക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടമേത്? ഓപ്ഷൻ എ ഔപചാരിക മനോവ്യാപാര ഘട്ടം, അതായത് ഫോമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ ബി രൂപാത്മക മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രാഗ് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇവയിൽ ഏതാണ് ഉൾപ്പെടുന്നത്? ഏതാ? ഓപ്ഷൻ ബി ആണല്ലേ, രൂപാത്മക മനോവ്യാപാര ഘട്ടമാണ്. 68ാമത്തെ ചോദ്യം നോക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു വ്യക്തി എങ്ങനെ പെരുമാറൂ എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അയാളുടെ വ്യക്തിത്വമാണ്. വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ആരുടെ പ്രസ്താവനയാണിത്? ഇത് ആരുടെ പ്രസ്താവനയാണ്? റെയ്മണ്ട് കാറ്റൽ, സിഗ്മണ്ട് ഫ്രോയിഡ്, GW ആൽപോർട്ട്, കാൾ യുങ്. ആരുടെയാണ് പ്രസ്താവന? റെയ്മണ്ട് കാറ്റൽ ആണല്ലേ, റെയ്മണ്ട് കാറ്റലിൻ്റെ പ്രസ്താവനയാണ്. അടുത്തത് ഇംഗ്ലീഷിലൊരു ചോദ്യമാണ്. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബൈ ചൂസിങ് ദ കറക്റ്റ് ഓപ്ഷൻ. കുറച്ച് വലിയ പാസേജാണ്, ഞാൻ വായിക്കണമെന്നില്ല. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഇവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ അബൌട്ട് ക്യോട്ടോ പ്രോട്ടോൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ദ പ്രോട്ടോകോൾ വാസ് സൈൻഡ് ഓൺലി ബൈ 37 countries. ഓപ്ഷൻ ബി, ദ പ്രോട്ടോകോൾ വാസ് ആൻ initiative by India. Option C, the protocol was not signed by the United States. Option D, the protocol was signed by
187 countries. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ദ പ്രോട്ടോകോൾ വാസ് സൈൻഡ് ബൈ 187 countries. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. Who among the following is well known for introducing various hypotheses related to second language acquisition? Option A, Edward Lee Thorndike. Option B, Edward Tolman. Option C, Wolfgang Kohler. Option D, Stephen D. Krashen. ഏതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്? സ്റ്റീഫൻ ഡി ക്രാഷൻ ആണ്. ഓക്കെ, അടുത്തത് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻ ന്യൂ ഇൻഫോർമേഷൻ ആൻഡ് adding it to what the child already knows is called dash. Option A, accommodation. Option B, schemata. Option C, assimilation. Option D, all of the above. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഏതാണ്? അസിമിലേഷൻ ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് വരുന്നത്, അസിമിലേഷൻ. 72ാമത്തെ ചോദ്യം. ദ ട്രെയിൻ വാസ് ഗോയിങ് അറ്റ് 80 kilometers ഡാഷ് അവർ. എന്താണ് അവിടെ വരിക? ഡാഷിൽ എന്താണ് വരിക? ഓപ്ഷൻ എ ദ, ഓപ്ഷൻ ബി ആൻഡ്, ഓപ്ഷൻ സി എ, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ റിക്വയർഡ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ, ആൻ ആണ് വരിക. ഓപ്ഷൻ ബി ആൻ ആണ് വരുന്നത്. അടുത്തത് ഷീ ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി പ്ലെയർ. ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. കറക്റ്റ് ആയിട്ടുള്ള ഏതാണ്? ഓപ്ഷൻ എ ആൻ, ഓപ്ഷൻ ബി ദർ, ഓപ്ഷൻ സി എ, ഓപ്ഷൻ ഡി ആർ. ഏതാണ് കറക്റ്റ് ആയിട്ട്? ഓപ്ഷൻ സി ആണ് വരുന്നത്, എ ആണല്ലേ. അടുത്തത് എ റെയിനി ഡേ ഇൻ സമ്മർ ഈസ് എ റിലീഫ് ഇറ്റ് ഡാഷ് ടു ഓൾ ലിവിങ് തിങ്സ്. ഓപ്ഷൻ എ ഈസ് ബ്രിങ് റിലീഫ്, ഓപ്ഷൻ ബി ബ്രിങ് റിലീഫ്, ഓപ്ഷൻ സി ബ്രിങ്സ് റിലീഫ്, ഓപ്ഷൻ ഡി വേർ ബ്രിങ് റിലീഫ്. ഏതാണ് വരുന്നത്? ഇറ്റ് ബ്രിങ്സ് റിലീഫ് ടു ഓൾ ലിവിങ് തിങ്സ്. ബ്രിങ്സ് റിലീഫ് ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് ദിസ് ഈസ് ദ ഡാഷ് പോസ്റ്റ് ഓഫീസ് ടു മൈ ഹൗസ്. ഓപ്ഷൻ എ നെക്സ്റ്റ്, ഓപ്ഷൻ ബി നിയറർ, ഓപ്ഷൻ സി നിയർ, ഓപ്ഷൻ ഡി നിയറസ്റ്റ്. ഏതാണ്? ദിസ് ഈസ് ദ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസ് ടു മൈ ഹൗസ്. നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസ് ടു മൈ ഹൗസ്. 76ാമത്തെ ചോദ്യം. ദ മീനിങ് ഓഫ് പ്രോസ്പെരിറ്റി ഈസ്. ഓപ്ഷൻ എ മിസറി, ഓപ്ഷൻ ബി അബുണ്ടൻസ്, ഓപ്ഷൻ സി പോവർട്ടി, ഓപ്ഷൻ ഡി സഫറിങ്. ഏതാ വരുന്നത്? പ്രോസ്പെരിറ്റി. ദ മീനിങ് ഓഫ് പ്രോസ്പെരിറ്റി ഈസ് എന്താണ്? അബുണ്ടൻസ് ആണ് വരുന്നത്. അബുണ്ടൻസ് ആണ് വരുന്നത്. 77ാമത്തെ ചോദ്യം. ഇഫ് യു ഹാഡ് ടോൾഡ് ദ ട്രൂത്ത് ദേ ഡാഷ് യു. ഓപ്ഷൻ എ വിൽ ബിലീവ്, ഓപ്ഷൻ ബി വുഡ് ഹാവ് ബിലീവ്, ഓപ്ഷൻ സി വുഡ് ബിലീവ്, ഓപ്ഷൻ ഡി മേ ബിലീവ്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ. ഇഫ് യു ഹാഡ് ടോൾഡ് ദ ട്രൂത്ത് ദേ വുഡ് ഹാവ് ബിലീവ്ഡ് യു. ദേ വുഡ് ഹാവ് ബിലീവ്ഡ് യു. ഓക്കെ, അടുത്തത് ദ യങ് വൺ ഓഫ് എ ലയൺ ഈസ് കാൾഡ്. ഓപ്ഷൻ എ കബ്, ഓപ്ഷൻ ബി കാഫ്, ഓപ്ഷൻ സി കിഡ്, ഓപ്ഷൻ ഡി കോട്ട്. ഏതാണ് വരുന്നത്? ദ യങ് വൺ ഓഫ് ദ ലയൺ ഈസ് കാൾഡ്. ഓപ്ഷൻ എ ആണ്, കബ് ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാള നോവൽ. ഓപ്ഷൻ എ ചെമ്മീൻ, ഓപ്ഷൻ ബി അഗ്നിസാക്ഷി, ഓപ്ഷൻ സി കയർ, ഓപ്ഷൻ ഡി രണ്ടിടങ്ങഴി. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ, അഗ്നിസാക്ഷിയാണ് വരുന്നത്. അഗ്നിസാക്ഷി. ഓക്കെ, അടുത്തത് 1498 മുതൽ 1587 വരെയുള്ള കേരള ചരിത്രം വിശദീകരിക്കുന്ന കേരള പഴമ എന്ന ഗ്രന്ഥം രചിച്ചത്. ഓപ്ഷൻ എ അർണോസ് പാതിരി, ഓപ്ഷൻ ബി ഡോക്ടർ ബെഞ്ചമിൻ ബെയ്ലി, ഓപ്ഷൻ സി ഹെർമൻ ഗുണ്ടട്ട്, ഓപ്ഷൻ ഡി കെ പി അപ്പൻ. ഏതാണ്? ഹെർമൻ ഗുണ്ടട്ട് ആണ്. ഹെർമൻ ഗുണ്ടട്ട്. 81ാമത്തെ ചോദ്യം. ഒരു ക്രിയയുടെ ഭൂത വർത്തമാന ഭാവികാല രൂപങ്ങളെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പ്രകാരം. ഓപ്ഷൻ എ വിധായക പ്രകാരം, ഓപ്ഷൻ ബി അനുജ്ഞായക പ്രകാരം, ഓപ്ഷൻ സി നിയോജക പ്രകാരം, ഓപ്ഷൻ ഡി നിർദ്ദേശക പ്രകാരം. ഏതാണ്? ഒരു ക്രിയയുടെ ഭൂതവർത്തമാന ഭാവികാല രൂപങ്ങളെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പ്രകാരം നിർദ്ദേശക പ്രകാരമാണ്. നിർദ്ദേശക പ്രകാരം. അടുത്തത് 82ാമത്തെ ചോദ്യം. ഭൂതവർത്തമാന ഭാവികാല രൂപങ്ങളിൽ ചില താരതമ്യങ്ങൾ കാണിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗം. ഭേദകാനുപ്രയോഗം, പുരണാനുപ്രയോഗം, കാലാനുപ്രയോഗം, നിഷേധാനുപ്രയോഗം. ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്, കാലാനുപ്രയോഗമാണ് വരുന്നത്. കാലാനുപ്രയോഗം. അടുത്തത് ഭാഷ പരിപക്വമാക്കുന്നതിൽ സാമൂഹ്യ സാഹചര്യങ്ങൾക്കുള്ള പ്രാധാന്യം ഊന്നി പറയുന്ന ശാഖ. ഓപ്ഷൻ എ വ്യവഹാരവാദം, ഓപ്ഷൻ ബി ഘടനാവാദം, ഓപ്ഷൻ സി ജ്ഞാന നിർമ്മിതിവാദം, ഓപ്ഷൻ ഡി സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദം. ഏതാണ് ആൻസർ?
ഓപ്ഷൻ ഡി ആണ്, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദമാണ് വരുന്നത്. അടുത്തത് ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ എന്ന വിശേഷണമുള്ള ഇന്ദുലേഖ രചിച്ച ഒ ചന്തുമേനോന്റെ പൂർണ്ണനാമം. ഓപ്ഷൻ എ ഓലയിൽ ചന്തുമേനോൻ, ഓപ്ഷൻ ബി ഒടുവിൽ ചന്തുമേനോൻ, ഓപ്ഷൻ സി ഓമശ്ശേരി ചന്തുമേനോൻ, ഓപ്ഷൻ ഡി ഒയ്യാരത്ത് ചന്തുമേനോൻ. ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ഒയ്യാരത്ത് ചന്തുമേനോൻ. ഒയ്യാരത്ത് ചന്തുമേനോൻ. ഒരു വാക്യത്തിന്റെ ശരിയായ ക്രമം. ഓപ്ഷൻ എ കർത്താവ് ക്രിയ കർമ്മം, ഓപ്ഷൻ ബി കർത്താവ് കർമ്മം ക്രിയ, ഓപ്ഷൻ സി ക്രിയ കർത്താവ് കർമ്മം, ഓപ്ഷൻ ഡി കർമ്മം കർത്താവ് ക്രിയ. ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ, കർത്താവ് കർമ്മം ക്രിയയാണ് ഒരു വാക്യത്തിന്റെ ശരിയായ ക്രമം. അടുത്തത് താഴെ തന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ സമർത്ഥർ, ഓപ്ഷൻ ബി കുട്ടികൾ, ഓപ്ഷൻ സി വൈദ്യർ, ഓപ്ഷൻ ഡി കസേരകൾ. സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കസേരകളാണ് വരുന്നത്. അടുത്തത് 87ാമത്തെ ചോദ്യം, പഞ്ചവേദം സമാസം എന്താണ്? ഓപ്ഷൻ എ തൽപുരുഷൻ, ഓപ്ഷൻ ബി ബഹുവ്രീഹി, ഓപ്ഷൻ സി ദിഗ്ഗു സമാസം, ഓപ്ഷൻ ഡി കർമ്മധാരയൻ. പഞ്ചവേദം എന്നത് ഏത് തരം സമാസമാണ്? ദിഗ്ഗു സമാസമാണ് വരുന്നത്. ഏതാ? ദിഗ്ഗു സമാസം. അടുത്തത് ശരിയായ പദം ഏത്? അണ്ടകടാഹം, ഓപ്ഷൻ ബി അണ്ടകടാഹം, ഓപ്ഷൻ സി അണ്ടകടാഹം, ഓപ്ഷൻ ഡി അണ്ടകടാഹം എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ ചെറുതായിട്ട് ഓരോ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടല്ലേ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, അണ്ടകടാഹമാണ് ആൻസറായിട്ട് വരുന്നത്, ഓപ്ഷൻ എ. അടുത്തത് നോക്കാം. ലോകത്തിൽ ആദ്യമായി ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ വിജയകരമായി പരീക്ഷിച്ച് വിജയിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ എ റഷ്യ, ഓപ്ഷൻ ബി അമേരിക്ക, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി ഫ്രാൻസ്. ഏതാണ്? അമേരിക്കയാണല്ലേ, അമേരിക്കയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സണായി നിയമിതനായത്? ഓപ്ഷൻ എ മാധബി പുരി ബച്ച്, ഓപ്ഷൻ സി സ്വപ്ന തിലക്, ഓപ്ഷൻ സി സൗമ്യ എസ്, ഓപ്ഷൻ ഡി അൽക്ക മിത്തൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ്? മാധബി പുരി ബച്ചാണ്, മാധവി പുരി ബച്ചാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 91ാമത്തെ ചോദ്യം, ISRO ശാസ്ത്രജ്ഞനായിരുന്ന നമ്പി നാരായണന്റെ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ? നമ്പി ദ റിയൽ ഫൈറ്റർ, ഓപ്ഷൻ ബി 24 ഇയേഴ്സ് ഓഫ് ക്രൂസിഫിക്കേഷൻ, ഓപ്ഷൻ സി റോക്കറ്റ്രി ദ നമ്പി എഫക്റ്റ്, ഓപ്ഷൻ ഡി നമ്പി ദ റിയൽ മാൻ. ഏതാണ്? ISRO ശാസ്ത്രജ്ഞനായിരുന്ന നമ്പി നാരായണന്റെ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ റോക്കറ്റ്രി ദ നമ്പി എഫക്റ്റ്. ഓപ്ഷൻ സി ആണ് വരുന്നത്, ഓപ്ഷൻ സി. ഓക്കെ, അടുത്തത് സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 2023 ജനുവരി 5, ഓപ്ഷൻ ബി 2023 ജനുവരി 4, ഓപ്ഷൻ സി 2023 ജനുവരി 3, ഓപ്ഷൻ ഡി 2023 ജനുവരി 7. ഏതാണ്? 2023 ജനുവരി 3-നാണ്, ഓപ്ഷൻ സി ആണല്ലേ. 2023 ജനുവരി 3-നാണ് സർക്കാർ ഓഫീസുകളിൽ ബയോമെട്രിക് പഞ്ചിങ് ഔദ്യോഗികമായി നിലവിൽ വന്നത്. അടുത്തത് 2023 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ സാറ തോമസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. നാർമടി പുടവ എന്ന കൃതി 1989 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായി. 2. 34-ാം വയസ്സിലാണ് ആദ്യ നോവൽ ജീവിതം എന്ന നദി പ്രസിദ്ധീകരിച്ചത്. ഓക്കെ, 3-ാമത്തത് PA ബക്കർ മണിമുഴക്കം എന്ന പേര് സിനിമയാക്കിയ സാറ തോമസിന്റെ കൃതിയാണ് മുറിപ്പാടുകൾ എന്ന നോവൽ. 4. മണിമുഴക്കം എന്ന സിനിമയ്ക്ക് സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇവയെല്ലാം, ഓപ്ഷൻ ബി 1, 2, 3, ഓപ്ഷൻ സി 1, 3, 4, ഓപ്ഷൻ ഡി 2, 3, 4. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണല്ലേ, 2, 3, 4 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഒന്നാമത്തെ നാർമടി പുടവ എന്ന കൃതി 1989-ലല്ല 1979-ലാണ്. 89-ലല്ല 79-ലാണ്. അടുത്തത് 94-ാമത്തെ ചോദ്യം, ചാറ്റ് GPT നിരോധനം ഏർപ്പെടുത്തുന്ന ആദ്യ പാശ്ചാത്യ രാജ്യം? ഓപ്ഷൻ എ ഇറ്റലി, ഓപ്ഷൻ ബി ഓസ്ട്രേലിയ, ഓപ്ഷൻ സി ഫിൻലാൻഡ്, ഓപ്ഷൻ ഡി ജർമ്മനി. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഇറ്റലിയാണ് ചാറ്റ് GPT നിരോധനം ഏർപ്പെടുത്തുന്ന ആദ്യ പാശ്ചാത്യ രാജ്യം.
അടുത്തത് 2023 സെപ്റ്റംബറിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അമേരിക്കൻ നഗരം ഏത്? ഓപ്ഷൻ എ വാഷിംഗ്ടൺ DC, ഓപ്ഷൻ ബി സാൻ ഫ്രാൻസിസ്കോ, ഓപ്ഷൻ സി ന്യൂയോർക്ക്, ഓപ്ഷൻ ഡി ബോസ്റ്റൺ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ന്യൂയോർക്കാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്തത് ഹമാസ് ഇസ്രായേൽ സംഘർഷം ചർച്ച ചെയ്യാൻ അറബ് ലീഗ് നേതാക്കളുടെ അടിയന്തര ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ സൗദി അറേബ്യ, ഓപ്ഷൻ ബി UAE, ഓപ്ഷൻ സി ഖത്തർ, ഓപ്ഷൻ ഡി ഒമാൻ. ഏതാണ്? സൗദി അറേബ്യ ആണല്ലേ വരുന്നത്, സൗദി അറേബ്യ. അടുത്തത് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരം നടന്നത്? ഓപ്ഷൻ എ ചേർത്തല, ഓപ്ഷൻ ബി ചേപ്പാട്, ഓപ്ഷൻ സി ആറ്റിങ്ങൽ, ഓപ്ഷൻ ഡി മാടക്കര. ഏതാണ് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരം നടന്നത്? ഓപ്ഷൻ ബി ആണല്ലേ, ചേപ്പാടാണ്. ചേപ്പാട് ഹരിപ്പാട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്യുക. 1. പ്രപഞ്ചോത്പത്തി സമയത്തുണ്ടായതെന്ന് കരുതുന്ന 1300 കോടി വർഷം പഴക്കമുള്ള തമോഗർത്തം കണ്ടെത്തിയ നാസയുടെ ബഹിരാകാശ ദൂരദർശിനി ഹബിൾ വെബ്. 2. ഇതുവരെ പരീക്ഷിച്ചതിൽ ഏറ്റവും പഴക്കം ചെന്ന തമോഗർത്തമാണ് കണ്ടെത്തിയത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 ശരി 2 തെറ്റ്, ഓപ്ഷൻ ബി 1 2 തെറ്റ്, ഓപ്ഷൻ സി 1 തെറ്റ് 2 ശരി, ഓപ്ഷൻ ഡി 1 2 ശരിയാണെന്ന് പറയുന്നു. കറക്റ്റ് ആയിട്ടുള്ള 1 തെറ്റ് 2 ശരിയാണ്, ഒന്നാമത്തെ തെറ്റാണ്. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത്? പ്രപഞ്ചോത്പത്തി സമയത്തുണ്ടായെന്ന് കരുതുന്ന 1300 കോടി വർഷം പഴക്കമുള്ള തമോഗർത്തം കണ്ടെത്തിയ നാസയുടെ ബഹിരാകാശ ദൂരദർശിനി ഹബിൾ വെബ് അല്ല. ഏതാണ്? ജെയിംസ് വെബ് ആണല്ലേ, ഹബിൾ വെബ് അല്ല, ജെയിംസ് വെബ് ആണ്, ജെയിംസ് വെബ്. ഓക്കെ, അടുത്തത് ആസാദി കാ അമൃത് മഹോത്സവ് അവാർഡ് ലഭിച്ച സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 1 ജമ്മു കശ്മീർ, 2 ഗുജറാത്ത്, 3 ഹരിയാന, 4 രാജസ്ഥാൻ. ഏതാണ്? ഓപ്ഷൻ എ 1 2, ഓപ്ഷൻ ബി 3 4, ഓപ്ഷൻ സി 1 2 4, ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്ന് പറയുന്നു. ഓക്കെ, ആൻസർ നോക്കുവാണെങ്കിൽ ഏതാണ്? ഇവയെല്ലാമാണ് കറക്റ്റ്. ജമ്മു കാശ്മീർ, ഗുജറാത്ത്, ഹരിയാന, രാജസ്ഥാൻ ഇവയെല്ലാം കറക്റ്റാണ്, എല്ലാം ഉൾപ്പെടുന്നുണ്ടല്ലേ. അവസാനത്തെ ചോദ്യം നമുക്ക് നോക്കാം. ISROയും നാസയും ചേർന്ന് വിക്ഷേപിക്കുന്ന റഡാർ ഇമേജിംഗ് ഉപഗ്രഹമായ നൈസാറിൻ്റെ പ്രവർത്തനത്തിലെ കൃത്യത ഉറപ്പുവരുത്താൻ പഠനം നടത്തുന്ന സ്ഥലങ്ങൾ ഏവ? 1 നിലമ്പൂർ കേരളത്തിലാണ്, 2 ശിവമോഗ കർണാടകയിലാണ്, 3 ഹോഷങ്കാബാദ് മധ്യപ്രദേശിലാണ്, 4 നാഹൂർ മഹാരാഷ്ട്രയിലാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇവയെല്ലാം, ഓപ്ഷൻ ബി 1 2 3, ഓപ്ഷൻ സി 1 3, ഓപ്ഷൻ ഡി 2 3. ഓക്കെ, ASROയും നാസയും ചേർന്ന് വിക്ഷേപിക്കുന്ന റഡാർ ഇമേജിംഗ് ഉപഗ്രഹമായ നൈസാറിൻ്റെ പ്രവർത്തനത്തിലെ കൃത്യത ഉറപ്പുവരുത്താൻ പഠനം നടത്തുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? 1 2 3 ആണല്ലേ. നിലമ്പൂർ, ശിവമോഗ, ഹോഷങ്കാബാദ്, ഈ 3 സ്ഥലങ്ങളാണല്ലേ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 100 ക്വസ്റ്റ്യൻസ്, അതായത് ഈ LPUP ചോദ്യവണ്ടിയിലെ 100 ക്വസ്റ്റ്യൻസും കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നിങ്ങൾ ചൂസ് ചെയ്ത ആൻസറും അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ എക്സ്പ്ലനേഷനും കൂടി കൊടുത്തിട്ടുണ്ടാകും, അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയതെന്ന് കണ്ടെത്തി പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും LPUP പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്ന് ഡൗൺലോഡ് ചെയ്യുക. പ്രീമിയം മെമ്പേഴ്സ് ആവുക. 6 മാസത്തേക്ക് വെറും 890 രൂപ മാത്രമാണ് വരുന്നത്. LPUP പരീക്ഷകൾക്ക് വേണ്ടി മാത്രമല്ല, LDC, ഡിഗ്രി ലെവൽ, 7th ലെവൽ, CPO അങ്ങനെ എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാവരും പ്ലേ സ്റ്റോറിൽ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, പ്രീമിയം മെമ്പേഴ്സ് ആവുക. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. സ്റ്റഡി പ്ലാൻസ് എല്ലാം അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്യുക. എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാവരും നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്